നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആസ് യൂഷ്വൽ സൺഡേയിൽ നമുക്ക് യൂഷ്വലി വീഡിയോ ഇല്ലാത്തതാണ്. പക്ഷേ ഈയിടെയായിട്ട് ബ്ലൗസിന് അതുപോലെ ആവശ്യക്കാരുള്ളത് കൊണ്ടും ബ്ലൗസ് അത്രയ്ക്ക് ആൾക്കാർക്ക് ഡിമാൻഡായിട്ടുള്ള ഇതായതുകൊണ്ടും എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണിക്ക് ഈ അടുത്ത കാലത്തായിട്ട് ബ്ലൗസിൻ്റെ വീഡിയോ കാണിക്കുന്നുണ്ട്. ഇതിനോടകം ഞങ്ങൾ ആയിരക്കണക്കിനും 10,000-കണക്കിനും ബ്ലൗസുകൾ വിവിധ വെറൈറ്റി മെജോറിറ്റി ഈ അടുത്ത കാലത്ത് കാണിക്കുന്ന മെജോറിറ്റി സ്കിൻ ഫിറ്റ് ബ്ലൗസുകളാണ്. അത് കാണിച്ചു കഴിഞ്ഞു. ഇതിനകത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ സ്കിൻ ഫിറ്റ് ബ്ലൗസുകൾ കാണുമ്പോൾ ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു പഴഞ്ചൊല്ല് പറഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലോ. അരി എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാത്തിനും അരിയും തന്നെ പറയും. പക്ഷെ എല്ലാ അരിയും ഒന്നല്ലല്ലോ, ഒരേപോലെ തോന്നും. പക്ഷെ നിങ്ങൾ 2 പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. തൂങ്ങിപ്പോകുന്നതും വലിഞ്ഞു പോകുന്നതും സ്ട്രെച്ച് ആവാത്തതും തുണി ഒരുമാതിരി ഈ പറയുന്ന പോളിസ്റ്റർ കൂടുതൽ കലർന്നതും ചൂട് കൂടുതൽ ഫീൽ ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള മെറ്റീരിയൽസ് കാണും. പക്ഷെ റേറ്റില്ലാതെ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ കാണും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഞാൻ ഈ ബ്ലൗസിനെ പറ്റി പറയാം. ഈ ബ്ലൗസ് ഇതിൻ്റെ ഏത് സൈസ് വരെയുള്ളവർക്ക് ഉപയോഗിക്കാം എന്നുള്ളത് സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പം അപ് ടു 3XL ആണ് എഴുതിയിരിക്കുന്നതെങ്കിൽ 3XL സൈസ് വരെ ഉള്ള ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നാണ്. അത് ഒന്നും കൂടെ കേൾക്കുക. 3XL സൈസ് വരെ ഉള്ള ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. മീഡിയം, ലാർജ്, XL, XXL, 3XL ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. സ്മോളുകാർക്ക് ഉപയോഗിക്കുമ്പോൾ 3XL ബ്ലൗസ് വലുതാണെന്ന് തോന്നുവാണെങ്കിൽ, ഇച്ചിരി ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ ഇവിടെ ഒന്ന് തയ്ച്ചു കൊടുത്താൽ മതി. ഈ സൈഡ് മാത്രം തയ്ച്ചു കൊടുത്താൽ മതി. അല്ലാതെ ഇതിന് ഓരോന്നിനും മീഡിയം, ലാർജ്, XL, XXL, XXL അങ്ങനെ സൈസില്ല. ഈ ഒരൊറ്റ സൈസേ ഉള്ളൂ. ഈ ഫ്രീ സൈസാണ്. അതിൽ 3XL സൈസ്, 3XLന് മേളിലോട്ടുള്ളവർക്ക് പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. 3XLന് താഴോട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് 44 3XL എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ലാത്ത ഒരു ബ്ലൗസാണ്. ഹക്കോബയാണ്. എൻ്റെ ചുരിദാറിൻ്റെ കളറാണ് നിങ്ങൾ ആ നീല കളറായിട്ട് കാണുന്നത്. ഹക്കോബയുടെ സ്ട്രെച്ചബിൾ ബ്ലൗസ്. നിങ്ങൾ ആദ്യം അങ്ങനെ അധികം മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ലാത്തൊരു സാധനമാണ് ഹക്കോബയുടെ സ്ട്രെച്ചബിൾ ബ്ലൗസ്. ഹക്കോബയുടെ നമ്മളിപ്പോൾ തുണി അല്ലാതെ എടുത്ത് തയ്ക്കാനാണെങ്കിലും നമുക്കറിയാം, ഹക്കോബ എന്ന് പറയുമ്പോൾ മീറ്ററിന് റേറ്റ് ഉള്ളതാണ്. ഇതിനൊന്നും പറയും ഒത്തിരി റേറ്റ് ഇല്ല. ഇത് ലൈനിങ്ങും കൂടെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രെച്ചബിൾ ആണ്. പക്ഷേ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്കിൻ ഫിറ്റ് ബ്ലൗസ് തന്നെയാണ്. പ്രിൻസസ് കട്ടാണ്. ഇത് അടിയിൽ ലൈനിങ് ഉണ്ട്. അതായത് ബോഡിയുടെ ഭാഗത്ത് അടി ലൈനിങ് ഉണ്ട്, കൈയുടെ ഭാഗത്ത് അടി ലൈനിങ് ഇല്ല. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല ബ്ലൗസാണ്. ഒറ്റ പ്രാവശ്യം വാങ്ങിച്ചു നോക്കിയോ. നിങ്ങൾ ഇതിൻ്റെ എല്ലാ കളറും എന്നോട് ചോദിക്കുമെന്ന് എനിക്കറിയാം. കാരണം ഞാനത് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ബ്ലൗസ് കിട്ടിയിട്ട് അതിൻ്റെ എനിക്ക് ഇന്ന കളർ കൊണ്ടെത്താ, ഇന്ന മോഡൽ കൊണ്ടെത്താ. കണ്ടോ രസമല്ലേ? ചില കളറിലകത്ത് ഈ അകത്താ നീല കാണുന്നത് എൻ്റെ ചുരിദാറിൻ്റെയാണ്. ഇവിടെ കയ്യിൽ ലൈനിങ് ഇല്ല, പക്ഷെ ബോഡിക്ക് ലൈനിങ് ഉണ്ട്. അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഡാർക്ക് മെറൂൺ, പ്ലെയിൻ ആണ്. ഡാർക്ക് മെറൂൺ അല്ലേ? ഡാർക്ക് മെറൂൺ അല്ലേ? ഈ ഹക്കോബായ്ക്ക് അധികം കളേഴ്സ് ഇല്ല കേട്ടോ. കളേഴ്സ് ഉണ്ട്, ഒരു വല്ലാത്ത കളേഴ്സാണ്. ഞാൻ അതുകൊണ്ട് ഒത്തിരി ഒന്നും പർച്ചേസ് ചെയ്തില്ല. ഇത് റെഡിഷ് മെറൂൺ, നല്ലൊരു മെറൂൺ. റാണി പിങ്കും മെറൂണും കൂടെ മിക്സ് ആയിട്ടുള്ള, റാണി പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, തനി മെറൂൺ എന്ന് പറഞ്ഞാൽ മതി. മറ്റേ ഇതിന് മുന്നേ കാണിച്ചത് കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള മെറൂൺ. ഇനി വേറൊരു സിക്സാഗ് പാർട്ടി വെയർ പോലത്തെ ഒരു മോഡല് ഉണ്ടോ? ഇത് പാഷ് കളറാണ്. ഇതേ കൂടെ പിങ്ക് പോകുന്നുണ്ട്, ബ്ലൂ പോകുന്നുണ്ട്, പല ഇത് പോകുന്നുണ്ട്. സിക്സാഗിൻ്റെ ഒരു ചെറിയ ഗ്ലോയുള്ള, അത് ത്രെഡും പോയിട്ടുണ്ട്. ചെറിയൊരു ഗ്ലോയുടെ കുഞ്ഞു സീക്വൻസ് വർക്കും പോയിട്ടുണ്ട്. ഇത് കൂടുതലും ത്രെഡാണ് പോയിരിക്കുന്നത്. ഫങ്ഷൻ വെയർ ആയിട്ടോ പ്ലെയിൻ സാരിയുടെ കൂടെയോ അല്ലാതെയോ ഏതിൻ്റെ വേണേലും ഇടാം. നമുക്ക് മാച്ചിങ് ഉള്ള ഏത് ഡ്രസ്സിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ട് തോന്നുവാണെങ്കിൽ ഏതിൻ്റെ കൂടെ വേണേലും ഇടാം. ഉണ്ടോ? ബ്ലൗസ് നിങ്ങളുടെ ഞാൻ എല്ലാ പ്രാവശ്യം മേടിക്കുന്നവർ കേട്ട് മടുക്കും. എൻ്റെ പെങ്കൊച്ചെ ഒന്ന് നിർത്താവോ എന്ന് മനസ്സിൽ പറയുന്നുണ്ടായിരിക്കും. എന്നാലും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മേടിച്ചാൽ മതി. നിങ്ങൾക്ക് ഇങ്ങനെ ഈ റെഡിമെയ്ഡ് ബ്ലൗസ് എന്ന് പറയുന്ന ഈ സംഭവമൊക്കെ എല്ലാവർക്കും ഒന്ന് പഴകിയ ഒരു സാധനമല്ല. അപ്പം നമ്മൾ ആലോചിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാം. നമ്മൾ ഒരിക്കലും കമ്പൽ ചെയ്യത്തില്ല. നാളെ ഇതിന് എക്സ്ചേഞ്ചോ റിട്ടേണോ റീഫണ്ടോ ഒരു സാധനങ്ങളും ഇല്ല. പക്ഷെ ഞാൻ ഈ ആഴ്ച തോറും ഇത്രയും ബ്ലൗസുകൾ കാണിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ബ്ലൗസിൻ്റെ ഡിമാൻഡ് എനിക്ക് എത്രമാത്രം. എന്തെങ്കിലും മോശം ഫീഡ്ബാക്സ് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മളെ പരിപാടി നിർത്തും അല്ലേ? പക്ഷെ ഒന്നിനൊന്ന് ആവശ്യക്കാരുടെ എണ്ണം കൂടുന്നതല്ലാതെ ഒന്നുമില്ല. നല്ല ബ്ലാക്ക്, എൻ്റെ പൊന്നെ, ഇതിൻ്റെയൊക്കെ കൂടെ ഉണ്ടല്ലോ നല്ല മാച്ച് ചെയ്യാൻ പറ്റുന്ന എത്ര സാരീസ് കാണുമെന്നറിയോ? നല്ല പാർട്ടി വെയർ ബ്ലൗസായിട്ട് സിക്സാഗ്
പ്രിന്റ് വരുന്ന ബ്ലൗസായിട്ട് ഇടാൻ എന്ത് രസമാണ്. ഇനി കുറച്ചൊന്നും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ. ഒത്തിരി പേർക്ക് പ്ലെയിൻ ബ്ലൗസിൻ്റെ ആവശ്യക്കാരുണ്ട്. പ്ലെയിന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് കാണിക്കുമായിരുന്നു. ടീൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ്. നമ്പരും പ്രൈസും കൂട്ടി വേണം സ്ക്രീൻഷോട്ട് എടുക്കാൻ. ചിലർ ബ്ലൗസ് നമുക്ക് മനസ്സിലാകാനുള്ള ഇതിനായിരിക്കും ഭയങ്കരമായിട്ടുണ്ടല്ലോ എഡിറ്റ് ചെയ്ത് സൂം ചെയ്തൊക്കെ അങ്ങനെ അയക്കരുത്. നമ്പരും കൂട്ടി തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാവുള്ളൂ കേട്ടോ. നമ്പരും പ്രൈസും കൂട്ടിയ സ്ക്രീൻഷോട്ട് എടുക്കാവുള്ള. ഗ്രീൻ കളർ ലാവൻഡറിൻ്റെ നല്ലൊരു ഷെയ്ഡ്. ഒനിയൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ലാവൻഡർ എന്നും പറയാം, ഒനിയൻ എന്നും പറയാം. ഒനിയൻ്റെ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡ്. ലാവൻഡർ എന്നും പറയാം, രണ്ടും പറയാം. ഇനി പ്ലെയിൻ ബ്ലൗസ്. പ്ലെയിൻ കഴിഞ്ഞ പ്രാവശ്യം കാണിക്കാത്ത കളറുകളാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓർമ്മക്കുന്നില്ല. പിസ്ത ഗ്രീൻ. ഇതൊക്കെ എന്നെ സുഖമെന്നറിയാം ഇടാൻ. എന്നെ നല്ല നല്ല പെർഫെക്റ്റ് ഫിറ്റിങ്ങുമാണ്. നമുക്ക് ബ്ലൗസ് ഇട്ടിട്ടുണ്ടെന്നുള്ള സത്യം പറഞ്ഞാൽ ഒരു ഫീലിങ്ങോ ബുദ്ധിമുട്ടോ. സാധാരണ അല്ലാതെ ബ്ലൗസ് ഇട്ടാൻ ഇവിടെയെല്ലാം പിടുത്തം. ഞാനൊക്കെ സാരി കൊടുക്കാത്ത ഒന്നാമത്തെ കാര്യം ശരീരം മുഴുവൻ കെട്ടിവെച്ച പോലെ ഇവിടെ കെട്ട് കയ്യപ്പിടുത്തം. എനിക്കത് ഇഷ്ടമില്ല. പക്ഷെ ഇതിട്ട് കഴിയുമ്പോൾ നമുക്ക് അത്രയും അങ്ങനെ ഒന്നും തോന്നത്തില്ല. ഇത് പ്രത്യേകിച്ച് ഇതൊക്കെ ഇടും. ഈ പ്ലെയിൻ ബ്ലൗസ് ഇപ്പോൾ കയറ്റിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഇതിലൊരു ചെറിയ സെൽഫ് ഡിസൈൻ ഉണ്ട്, സെൽഫ് ബുട്ടായുണ്ട് കേട്ടോ. കോഫി കളർ. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പ്ലെയിൻ കളറുകളല്ലാത്ത കളറുകളായി ഇപ്രാവശ്യം കാണിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു കളർ കണ്ടേ വന്നിട്ടുള്ളൂ. ആഷ്. പെരുന്നാളൊക്കെ എവിടം വരെ ആയി? ബ്ലാക്ക്. ഏത് ബ്ലൗസിന് ഏതിനും ഇടാമല്ലോ. എനിക്ക് എന്തോരം സ്റ്റോക്ക് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പർപ്പിൾ. ഇത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതാണ്. പർപ്പിളൊക്കെ ആദ്യം തന്നെ കാണിച്ച് വീഡിയോ ഇട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ തന്നെ തീർന്നു പോയ കളേഴ്സാണ് എനിക്ക് തോന്നുന്നു പർപ്പിളൊക്കെ അന്ന്. ഇത് മിക്സ് മറ്റേതിൻ്റെ 6 ആഗിൻ്റെ വൈറ്റ്. എനിക്ക് സ്റ്റോക്ക് കുറവാട്ടോ. ആദ്യം തന്നെ ബുക്ക് ചെയ്യുന്നവർക്കൊക്കെ കൊടുക്കാൻ കാണുള്ളൂ, കാരണം സ്റ്റോക്ക് കുറവ്. ഇനിയിപ്പോൾ വിഷു വരുന്നതിൻ്റെ ഇത് കാണിച്ചിട്ടുള്ളതാണ് ഓൾറെഡി. ഒത്തിരി ഇതൊന്ന് സൂം ചെയ്ത് കാണിക്കണേ. ഒത്തിരി ആവശ്യക്കാരായിരുന്നു ഇത്. വിഷു വരുമ്പോൾ നല്ലതാണ്. കേരള സാരിക്കോ വിഷുവിൻ്റെ ഡ്രസ്സുകൾ ആ ദിവസം നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന ഡ്രസ്സിനൊക്കെ നല്ല മാച്ചാകുന്ന ഒരു ഡ്രസ്സിനല്ല സാരിക്ക്. പിന്നെ ഇതുണ്ടല്ലോ, ചെറിയ പെൺകുട്ടികൾക്ക് ക്രോപ്പ് ടോപ്പായിട്ട് വിടാം ഈ ബ്ലൗസ്. ഈ ടൈപ്പ് ബ്ലൗസ് ഒത്തിരി പേര് അങ്ങനെ മേടിച്ചിടുന്നുണ്ട്. ഷോപ്പിലൊക്കെ ഇട്ടുകൊണ്ടൊക്കെ വരും. ഇത് വൈറ്റാണ്, ഓഫ് വൈറ്റ് അല്ലേ? ഓഫ് വൈറ്റ്. ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഡിസൈനാണ്. റേറ്റ് വ്യത്യാസമുണ്ട്. സ്ക്രീനിൽ നോക്കിയാൽ മതിയേ. ഹക്കോബായ്ക്കൊക്കെ കുറച്ച് റേറ്റ് കൂടുതലുണ്ട്. ഗ്രീൻ. ഇത് പലരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദിക്കുമ്പോൾ നമ്മളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ കാണിക്കുമ്പോൾ ഒന്നും വിചാരിക്കരുത് കേട്ടോ. നമ്മൾ ആ ബ്ലൗസിൻ്റെ ഇത് ഒരു സെയില് ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെയിൽ അങ്ങനെ ചെയ്യാറില്ല. ഭയങ്കര പാടാവുമേ. നല്ല ഡാർക്ക് മെറൂൺ, നല്ല കളറില്ലേ? കൈയൊക്കെ തീർത്ത് വെച്ചിരിക്കുകയാണ്. നേവി ബ്ലൂ. എനിക്ക് XXL ഇച്ചിരി ലൂസാണ്. XXL വരെ വരുന്നുണ്ട്. ഒരു പൊട്ടിക്ക് ഇവിടെ ഒന്ന് തയ്ച്ച് കൊടുക്കുവാണെങ്കിൽ കറക്റ്റ്. പൊട്ടിക്കൊന്ന് അടിച്ചാൽ മതി. അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ നിൽക്കുന്നത് എനിക്കിഷ്ടമില്ല. എനിക്ക് നല്ല ടൈറ്റായിട്ടിരിക്കുന്ന ഇഷ്ടം കാണാനേ. നമുക്കൊരു ക്ഷീണം തോന്നിക്കും ബ്ലൗസ് ലൂസായിട്ടിരുന്നു. ബ്ലൗസിൻ്റെ കൈ ലൂസായിട്ടിരുന്നു ഉറപ്പായിട്ടും അത്. അല്ലെ അതൊരു മോഡലാക്കി കുറച്ചും കൂടെ ലൂസാക്കണം. പർപ്പിൾ. ഇതാണ് മുമ്പ് കാണിച്ച ക്രീമിൻ്റെ മറ്റൊരു ഡിസൈൻ. 2 ഡിസൈനും രണ്ടും ഒരുപോലെ തന്നെയാണ്, പക്ഷെ ഡിസൈനിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് 2ആയിട്ട് കാണിച്ചത് കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ ഡെസ്പാച്ച് നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ഡേറ്റ് തൊട്ട് 3 ദിവസം വരെ താമസമുണ്ട്. നിങ്ങളിപ്പം ഞായറാഴ്ച ബുക്ക് ചെയ്താൽ തിങ്കളാഴ്ച തന്നെ അയക്കത്തില്ല, ചൊവ്വായും ബുധനും കഴിയും വ്യാഴാഴ്ച അയക്കുള്ളൂ കേട്ടോ. ഇനി അതുപോലെ എമർജൻസി ഉള്ളവർ അത്യാവശ്യം പറയുകയാണെങ്കിൽ നമ്മൾ ശ്രമിക്കാം, ഉറപ്പ് പറയുന്നില്ല, ശ്രമിക്കാം, പിറ്റേന്ന് തന്നെ അയക്കാൻ ശ്രമിക്കാം, ഉറപ്പ് പറയുന്നില്ല. റോസിൻ്റെ ഡെസ്പാച്ച് നമ്മൾ അങ്ങനെ ഒന്നും ക്രമീകരിച്ചില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, നമുക്കല്ല നിങ്ങൾക്കും ബുദ്ധിമുട്ടായി പോകും. മാറിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ഒരു പ്രശ്നമല്ലേ. നമ്മൾ ഇതിന് റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ ബ്ലൗസ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ വീഡിയോ പറ്റുമെങ്കിൽ പറയുന്നത് കേട്ടിട്ട് എടുക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്, നിങ്ങൾക്ക് നല്ലതാണ്. കാരണം എക്സ്ചേഞ്ച് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നന്നായിട്ട് നോക്കി മനസ്സിലാക്കി അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം എടുക്കുക. ആയിരക്കണക്കിന് 10,000 കസ്റ്റമേഴ്സ് ഉണ്ട്, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് വീണ്ടും 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 കൊണ്ടിരുന്നത്. ഒരു കാര്യം മറക്കരുത്, ഡെസ്പാച്ച് പിറ്റേ ദിവസം ഇല്ല. നിങ്ങൾക്ക് ഒരു 7 ദിവസം 8 ദിവസത്തിനുള്ളിൽ സാധനം കൈ കിട്ടും, അത്രയും നമുക്ക് നമ്മൾ പറയുന്നത്. അപ്പം എന്താ, അഡ്വാൻസ് ഹാപ്പി റമദാൻ അല്ലെങ്കിൽ ഈദ് മുബാറക്ക് അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്. താങ്ക് യു.